ഞാൻ ഇങ്ങനെ ഒരു ഹോളിവുഡ് ലെവൽ ആക്ഷൻ മൂവീസ് ഇൻ ഇന്ത്യ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പടം കണ്ടത്. റിവ്യൂസിലാണെങ്കിൽ ആൾക്കാരൊക്കെ പറയുന്നത് ഇതിൽ ക്യാപ്റ്റൻ അമേരിക്കൻ പബ്ജി ഒക്കെ ഉണ്ടെന്നാണ്. പിന്നെ IMDb നല്ല റേറ്റിംഗ് കൂടെ ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ എടുത്തും കണ്ടു. ദ ബെസ്റ്റ് ആക്ഷൻ മൂവി ഓഫ് ഓൾ ടൈം, രാഷ്ട്രകവചവും. ഈ സിനിമയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നായകന്റെ ചെറുപ്പകാലത്തിൽ നിന്നാണ്. ഇതിൽ ഇവന്റെ അച്ഛനാണെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി രക്ഷാകവചം എന്ന് പറഞ്ഞൊരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരാളാണ്. ആ ഡിഫൻസ് സിസ്റ്റത്തിനെ പറ്റി കുറച്ച് പറയണ്ട, അത് കുറച്ച് കഴിയട്ടെ. എന്തായാലും അങ്ങനെ ഒരു സാരയ്ക്ക് കൂടെ നായകന്റെ വീടൊക്കെ തീട്ടിട്ട് നായകന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അങ്ങ് പോകും. പിന്നെ അതിനുശേഷം ഇവനെ നോക്കി നോക്കി ഇവന്റെ അച്ഛന്റെ അനിയനായിട്ടുള്ള ഇങ്ങേരാണ്. ഇതിനുശേഷം പടന്നേരെ പ്രസന്റ് സീനിലേക്ക് വരും. എന്റെ നായകനായിട്ടുള്ള ഓമിന്റെ ഒരു കൊടൂര ഇൻട്രോവും വരും. താഴെ ബോട്ടിൽ ഫുള്ള് ടെററിസ്റ്റുകൾ, അതേപോലെ തന്നെ മുകളിൽ ഹെലികോപ്റ്ററിൽ നമ്മുടെ ഓമും. എന്തായാലും അങ്ങനെ ആർമി ബേസിൽ നിന്ന് ഓമിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ പെട്ടെന്ന് ആർമി ബേസിലെ കറണ്ട് പോകും. ഇതേത് കുന്നംകുളത്ത് ആർമി ബേസ്. പക്ഷെ ഓമി ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. പുള്ളി നേരെ പ്ലെയിനിൽ നിന്ന് ഒരു ഒറ്റച്ചാട്ടം, എനിക്ക് വെള്ളത്തിന്റെ അടി പോകും, എനിക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു ഒറ്റച്ചാട്ടം. ധാരടാ സൂപ്പർ മാരിയോ. അങ്ങനെ പുള്ളി കുറെ നേരം വെടിവെക്കും. അത് മടുക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ അടിക്കും, എനിക്ക് ലാസ്റ്റ് പോയി മരിക്കും. തലക്കൊരു വെടിയും കൊണ്ട് കടലിൽ വീണ ആരായാലും മരിക്കും. പക്ഷെ ദിസ് ഈസ് ബോളിവുഡ്. പുള്ളി ജസ്റ്റ് ഒന്ന് കോമയിലാവും, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എണീച്ച് വരും. എന്തായാലും തലക്ക് മുള്ളുകൊണ്ട് പോലെ ഒരു വാടങ്ങിയും വെച്ചല്ലോ, താങ്ക്സ് ഡയറക്ടർ സാർ. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓമിന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തതിനു ശേഷമുള്ള ഓമിന്റെ മെമ്മറി ഒക്കെ പോകും. ഓ കൺഗ്രാറ്റുലേഷൻസ്, ബുദ്ധിയില്ലാത്തതുകൊണ്ട് അത് പോയില്ലല്ലോ. എന്തായാലും ഓമിന്റെ ലാസ്റ്റ് മെമ്മറി അച്ഛനെ കിഡ്നാപ്പ് ചെയ്തായതുകൊണ്ട് തന്നെ ഇപ്പൊ അച്ഛനെ കണ്ടുപിടിക്കണമെന്ന് പുള്ളിക്ക് ഭയങ്കര ഒരു ആഗ്രഹം വരും. നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ കൂടും. അപ്പൊ തന്നെ എങ്ങനെയോ ആർമി കോയിൻസിഡൻസ് ആയിട്ട് ഇവന്റെ അച്ഛന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. ഒരു കറണ്ട് കണക്ഷൻ പോലും ഇല്ലാതെ അച്ഛന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു കൊടൂര ടീമായിട്ട് ഇവര് നേരെ 100 കണക്കിന് ക്രിമിനൽസും ടെററിസ്റ്റുകളും ഒക്കെ ഉള്ള ആ ലൊക്കേഷനിലേക്ക് പോകും. ആ കൊടൂര ടീമാണ് നടക്കാൻ പറ്റാതെ വികലാംഗനായിട്ടുള്ള ഈ മനുഷ്യനും ഓർമ്മയില്ലാതെ ഇവനും ബുദ്ധിയില്ലാതെ ഈ പെണ്ണും. അങ്ങനെ ആ ലൊക്കേഷനിൽ പോയിട്ടാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നോണ്ട് എന്തൊക്കെയോ വരാതങ്ങൾ കാണിക്കും. അങ്ങനെ അത് കഴിയുമ്പോൾ പുള്ളി കുറച്ച് നേരം കീടനാശിനി അടിക്കും. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പ്രകാശ് രാജ് മറ്റേ ഇവന്റെ കാലിന് വയ്യാതെ ഫ്രണ്ടിന് പിടിക്കും. എൻ്റെ ഇവന്റെ ഈ ഫൈറ്റ് ഒക്കെ നിർത്തിയില്ലെങ്കിൽ ഇവനെ ഷൂട്ട് ചെയ്യുന്നു പറയും. സ്ട്രോങ് റിയാക്ഷൻ പിന്നല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓമ കുലുങ്ങൂല. പുള്ളിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. കള്ള കോഴി ഓമേ. അതെ, നേരത്തെ തലയിൽ വെടികൊണ്ടിട്ട് ഒന്നും ആകാതവൻ ഒരു മിസൈൽ എടുത്ത് ഇവന്റെ അതെ വെടിവെക്കുന്നതിനേക്കാൾ പവർഫുൾ ആണല്ലോ അടിക്കുന്നത്. അതെ, നല്ല കിടു ഐഡിയ. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ചു നേരം കൂടെ പ്രകാശ് രാജിന്റെ ഗൺ പോയിന്റിൽ എന്നാൽ ഓമ അടികൊണ്ട് മരിക്കുന്ന അറിയുന്നതുകൊണ്ട് തന്നെ ഇവർ രണ്ടും കൂടെ ഒരു പ്ലാൻ ഇടും. വില്ലന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് തട്ടിപ്പറിച്ചിട്ട് ഇവന്മാര് സ്വയം വെടിവെച്ച് മരിക്കും. കാരണം അതാകുമ്പോൾ ഓമിന് സ്വസ്ഥമായിട്ട് ഫൈറ്റ് ചെയ്യാലോ. ബ്രില്യന്റ് ഐഡിയ അല്ലേ? എന്നാ പിന്നെ തട്ടിയെടുത്ത ഗണ്ണ് വെച്ചിട്ട് നിങ്ങൾക്ക് വില്ലനെ ഷൂട്ട് ചെയ്താൽ പോരെ. എന്തായാലും ഫസ്റ്റത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ ഓമ മിണ്ടാതിരിക്കും. അതുകൊണ്ട് ഈ പെണ്ണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവന്റെ റിയാക്ഷൻ ഒന്ന് കാണണം. മറ്റവനൊന്ന് തിരിഞ്ഞെങ്കിലും നോക്കട്ടെ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വില്ലൻ അങ്ങനെ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഹോമ ക്യാപ്റ്റൻ അമേരിക്കയും. എന്തായാലും എങ്ങനെയൊക്കെ ഹോമ പ്രകാശ് രാജിനെ പിടിക്കുകയും ചെയ്യും. എന്റെ അവസാനം ഹോമ അവന്റെ അച്ഛനെയും കാണും. അപ്പോഴാണ് നമുക്ക് ആ ടിസ്റ്റ് മനസ്സിലാവുക. അതായത് ഹോമിന്റെ അച്ഛൻ ഈ കരൺ കവച് ക്രിമിനൽസിനൊക്കെ വലിയ പൈസക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കിഡ്നാപ്പിംഗ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളത്. എല്ലാവരും ഈ കറണ്ട് പോലും ഇല്ലാത്ത ആർമി ബേസിലൊന്നും കരൺ കവച് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ലോ സാർ. താങ്ക് യു സാർ. എന്തായാലും ഈ കരൺ കവച് എന്താണെന്ന് കാണിച്ചു തരും. ഓ പിന്നെന്താ, എന്തായാലും അങ്ങനെ ആർമീനെ പറ്റിച്ച് കരൺ കവച് വേറെ ഒരാൾക്ക് കൊടുക്കാൻ നോക്കിയോണ്ട് തന്നെ ഓമ് സ്വന്തം അച്ഛനെ കൊല്ലും. പറയുന്നിടത്തൊന്നും വക്കാണ്ടല്ല ഷീൽഡ് വല്ലാണ്. നീ ഉള്ള സാധനമൊക്കെ എടുത്ത് ആർമിയുടെ മുന്നിൽ പോയ ആദ്യം അവർ ഇവനെ അടിക്കും. അതിന്റെ ഇടയ്ക്ക് വേറൊരു ഡിസ്റ്റൻസ് വെച്ചാൽ നേരത്തെ ഷൂട്ട് ചെയ്ത 2 എണ്ണത്തിൽ ഇവളെങ്ങനെയോ സർവൈവ് ചെയ്യും. പക്ഷെ ഇവൻ മരിച്ചു. എന്നിട്ടാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവള് നായകനും പോയിട്ട് ഐറ്റം ഡാൻസും കളിക്കും. ഈ പടം അങ്ങ് തീരും.